ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ തന്നെ ഏകദേശം ആൾക്കാർ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണ് പോകുന്നില്ലെന്ന്. ഞാനൊരു ചെറിയൊരു ട്രിപ്പിലാണ്, സേലം പോകുന്നതാണ് കേട്ടോ. ഇന്നലെ രാത്രിക്ക് 12 മണിക്കായിരുന്നു ട്രെയിൻ. സേലത്ത് വൈശാട്ടൻ്റെ ആൻറ്റീൻ്റെ വീടാണ്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. ഫാമിലിയിലത്തെ കുറേ ആൾക്കാരുണ്ട്, ഒരു 10-16 പേരാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ രാത്രിക്ക് അങ്ങനെ വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റു. രാവിലെ എത്താൻ ലേറ്റായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ കുറേ നേരം ട്രെയിനിൽ അങ്ങനെ പോസ്റ്റായി അങ്ങനെ ഇരുന്നു. പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ട്രെയിനിൽ നല്ല പാങ്ങ് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയിട്ടേയില്ല. ചിഞ്ചിലും നേരെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്കും ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ കുറേ സമയം ഇങ്ങനെ പാട്ടെല്ലാം കേട്ടിട്ട് കാഴ്ചകളെല്ലാം കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. എത്താൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്നാണ് ചായ കുടിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെ പല്ലെല്ലാം തേച്ചു. അങ്ങനെ പല്ലെല്ലാം തേച്ചിട്ട് കുറേ സമയം ഇരുന്നു. പക്ഷെ ചിഞ്ചിലിന് ആ സമയത്ത് വിശക്കുന്നുണ്ടായിരുന്നു. ചിഞ്ചിലും ഞാൻ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബ്രെഡ് മുന്നോട്ടെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചിഞ്ചിലും അത് തിന്നു. നമ്മൾ ഒരു ചായ അച്ഛനൊക്കെ ചായ വാങ്ങി, ഞാനൊന്നും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈശാഖിനും ചായ കുടിച്ചിട്ടാണ്. നമുക്ക് ട്രെയിനിൽ നിന്ന് എന്തോ ചായ ഒന്നും കുടിക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ ഗൈസ്? കമൻറ്റ് ബിലോ. പിന്നെയും കുറേ സമയം ഇരുന്നു. എനിക്ക് ഇരുന്നിട്ടും ഞാൻ എങ്ങനെയല്ലോ സമയം 11:30 ആക്കി ട്രെയിനിന്. കുറേ സമയം ഇരിക്കുമ്പോൾ എന്തായാലും ഒരു മടുപ്പ് തന്നെയല്ലേ. ചിഞ്ചിലിനും പിള്ളേർക്ക് എല്ലാവർക്കും പിന്നെ മടുപ്പായി ഇരുന്നിരുന്നു. അതെൻ്റെ മുഖം കണ്ടാലും അറിയാം നിങ്ങൾക്ക് എൻ്റെ മടുപ്പ്. ഒരു കമ്പാർട്ട്മെൻറ്റ് നിറച്ച് നമ്മൾ തന്നെ ഉണ്ടായത്. പിന്നെ രാവിലെ ഇങ്ങോട്ടെല്ലാം നല്ല മഴ മൂട് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പം മഴ പെയ്യുന്നു, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ കുറേ സ്ഥലം കാണാൻ പറ്റി കേട്ടോ. നല്ല നല്ല സീനറി ആയിരുന്നു എല്ലാം. പിന്നെ ഒരു പുഴ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മളെ നാട്ടിലെ പോലെ ഒന്നും അല്ല, നല്ല സ്മെല്ലാന്ന് അത് കേട്ടോ. കാണാൻ വൃത്തിയുണ്ടെങ്കിലും ഭയങ്കര നാറ്റായിരുന്നു അതിൽ. ചെഞ്ചിൽ മൂക്ക് പിടിച്ചിട്ടാണ് ഉണ്ടായത്, അത്രയും ഭയങ്കര സ്മെല്ലായിരുന്നു. അങ്ങനെ കുറേ സമയം ഇങ്ങനെ നമ്മൾ ട്രെയിനിൽ തന്നെ ഇരുന്നു. അവസാനം നമ്മളെ കാത്തിരിപ്പിന് വിരാമമായിട്ട് ഞാനിവിടെ സേലം ജംഗ്ഷനിലെത്തി. ഇറങ്ങിയിട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ, കുറേ സമയം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടല്ലോ, അതിൽ കുറേ ആളിരുന്നിട്ട് അവർ പോയി. നമ്മൾ നടന്നിട്ട് തന്നെ പോയത്. ചിഞ്ചുരെല്ലാം ആ വണ്ടിയിൽ പോയി. നമ്മൾ ബാഗും തൂക്കി നടന്നു കുറേ സമയം. പുറത്തെത്തി. എന്നിട്ട് അപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. കാരണം രാത്രി ചോറ് കഴിച്ചതല്ലേ, അപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. എൻ്റെ മുഖം കണ്ടല്ലോ അറിയാം വിശക്കുന്നുണ്ടെന്ന്. പിന്നെ വേഗം ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ചു. നെയ് റോസ്റ്റാണ് ഉണ്ടായത്. നല്ല നെയ് റോസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെയായിരുന്നു. നെയ് റോസ്റ്റ്, സാമ്പാർ, ചമ്മന്തി ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിച്ചു. അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫുഡ്. പക്ഷേ ഈ ഹോട്ടലിൽ ചായ ഉണ്ടായിരുന്നില്ല കേട്ടോ, വെള്ളം മാത്രം, ചൂടുവെള്ളം മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് അത് കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുഞ്ഞിക്കും കുഞ്ഞൂട്ടനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അതിൽ കഴിച്ചു അവരെല്ലാം. അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് നേരെ വന്നിട്ട് നമ്മൾ ഓട്ടോ ആക്കി. നമ്മൾ കുറേ ആളില്ലതുകൊണ്ട് 3 ഓട്ടോയിലാണ് പോയത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കുറേ ദൂരമുണ്ട്, അതുകൊണ്ട് ഓട്ടോ ആക്കി. അങ്ങനെ ഓട്ടോയിൽ നമ്മൾ കുറേ നേരം പോസ്റ്റായി. ഏകദേശം ഒരു 3/4 മണിക്കൂർ തന്നെ ഉണ്ടാവും വീട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ വീട്. നമ്മൾ പോകുന്ന വഴി ചുറ്റും മലയാണ്, വലിയ കുന്ന്.
അതിൽ കാണുന്നില്ലേ നിങ്ങൾക്ക്? അങ്ങനെ വലിയ വലിയ കുന്നാണ്, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം കാത്തിരിപ്പിനൊടുവിൽ ഇതാ ഈ വളവ് കഴിഞ്ഞാൽ നമ്മളെ വീടെത്തി. ആ വീട് കണ്ടപ്പാടനെ നമുക്ക് സമാധാനമായി. കുറേ ട്രാവൽ ചെയ്തതല്ലേ. ഇതാ ഈ വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ട് കാണുന്നില്ലേ, ഇതാണ് ആൻറ്റിയുടെ വീട്. അങ്ങനെ വീടെത്തി. വീട് കണ്ടപ്പാടന്നെ സമാധാനം. അങ്ങനെ എല്ലാവരും ലഗേജെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കി. ഇതാ ഇവിടെ എത്തിയപ്പാടന്നെ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ നമ്മൾ എത്തുമ്പോൾ തന്നെ ഉച്ചയായി. എന്നിട്ട് നമ്മൾ ബാഗെല്ലാം ഇതെടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. ചോറ്, പുളിശ്ശേരി, സാമ്പാർ, ക്യാബേജ് വറവ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിച്ചു. അങ്ങനെ അതൊരു രസം തന്നെയാണല്ലോ, എല്ലാവരും ഒന്നിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ലേ? അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ മേലെ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇതെല്ലാം വൈശാട്ടൻ ഇങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. മേലെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ചുറ്റും മലയെല്ലാം ഉള്ളതുകൊണ്ട്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ആടെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നു ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യാം. ടാറ്റ ബൈ ബൈ.